നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. വാക്കുപാലിച്ച് റവന്യൂ മന്ത്രി. തൃശൂർ പാണഞ്ചേരി വില്ലേജിൽ രാജീവ് ദശലക്ഷം പദ്ധതിയിൽ ഉൾപ്പെട്ട 42 പേർ ഭൂമിയുടെ ഉടമകളായി. കുതിരാൻ ഇരുമ്പുപാലം നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മലയോര പട്ടയ വിതരണത്തിനായുള്ള വനം റവന്യൂ സംയുക്ത പരിശോധന ഈ മാസം ആരംഭിക്കും. വാർത്തകൾ വിശദമായി. തൃശൂർ താലൂക്കിലെ പാണഞ്ചേരി വില്ലേജിൽ രാജീവ് ദശലക്ഷം നഗറിലെ 42 പേർക്കും ഇരുമ്പുപാലം നിവാസികളായ 21 പേർക്കും റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയം വിതരണം ചെയ്തു. റവന്യൂ മന്ത്രി 5 വർഷം മുൻപ് MLA-യും ചീഫ് വിപ്പും ആയി പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഒരു കുടുംബയോഗത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ 25 വർഷമായി തങ്ങൾക്ക് പട്ടയം കിട്ടാത്തതിന്റെ പ്രശ്നം തദ്ദേശവാസികൾ അറിയിച്ചിരുന്നു. 1994 പാണഞ്ചേരി പഞ്ചായത്ത് നിർദ്ദേശിച്ച അർഹരായ ഗുണഭോക്താക്കൾക്ക് 1994 തന്നെ ഭവന നിർമ്മാണ വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഹൗസിംഗ് ബോർഡ് വീടുകൾ നിർമ്മിച്ച് കൈമാറിയിരുന്നു. എന്നാൽ ആ ഗുണഭോക്താക്കൾക്ക് രേഖ നൽകാൻ പറ്റിയിരുന്നില്ല. 2009 ഹൗസിംഗ് ബോർഡ് ഗുണഭോക്താക്കളുടെ വായ്പ പൂർണ്ണമായും എഴുതിത്തള്ളിയെങ്കിലും ഇവർക്ക് ഭൂമി പതിച്ചു നൽകുക എന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിരുന്നില്ല. പലവിധ കാരണങ്ങളാൽ ഭൂമി നൽകാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ ആരംഭിച്ച പട്ടയ മിഷനിലൂടെ ഓരോ നിയോജക മണ്ഡലത്തിലും ഉയർന്നുവരുന്ന പട്ടയ പ്രശ്നങ്ങൾ പൊതുവായി ചർച്ച ചെയ്യാനും 140 നിയോജക മണ്ഡലങ്ങളിലും ജില്ലയിലും തീരാത്ത പ്രശ്നങ്ങൾ ആണെങ്കിൽ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്താനും പട്ടയ ഡാഷ്ബോർഡ് 3 മാസത്തിലൊരിക്കൽ പരിശോധന നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ നടപടികൾ എടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഡാഷ്ബോർഡ് രൂപീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വനഭൂമി പട്ടയം നൽകുന്നതിനായി സംസ്ഥാനത്ത് ജൂലൈ മാസത്തോടെ 30 വർഷക്കാലത്തിന് ശേഷം റവന്യൂ വനം വകുപ്പ് നടത്തുന്ന ജോയിന്റ് വെരിഫിക്കേഷൻ ആരംഭിക്കാൻ പോവുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചുവന്ന മണ്ണ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും തൃശൂർ തഹസിൽദാർ T ജയശ്രീ നന്ദിയും പറഞ്ഞു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ADM T മുരളി, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുതിരാൻ ഇരുമ്പുപാലം നിവാസികൾക്ക് പട്ടയം വിതരണം ചെയ്ത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂർ ജില്ലയിലെ പാണഞ്ചേരി വില്ലേജിൽ പീച്ചി ഡാമിന്റെ റിസർവോയറിന് സമീപം കുതിരാൻ ഇരുമ്പുപാലത്ത് 1971 മുൻപ് കുടിയേറി താമസിച്ചു വരുന്ന 21 കുടുംബങ്ങൾക്ക് റവന്യൂ മന്ത്രി കെ രാജൻ പട്ടയം നൽകി. പീച്ചി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ സമീപത്തായിരുന്നതിനാൽ ഈ ഭൂമി വില്ലേജ് രേഖകൾ പ്രകാരം പഞ്ചായത്ത് റോഡ് ആയി രേഖപ്പെടുത്തിയതിനാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് തടസ്സം നേരിട്ടിരുന്നു. സംസ്ഥാനത്ത് പട്ടയ പ്രശ്നങ്ങൾ പരിശോധിച്ച് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ നടപടികളുടെ ഭാഗമായി ആരംഭിച്ച പട്ടയ മിഷൻ വിഷയം പരിശോധിച്ചു. പഞ്ചായത്ത് റവന്യൂ രേഖകളിൽ വന്നിട്ടുള്ള അപാകതകൾ പരിഹരിച്ച് അർഹരായ കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് തീരുമാനിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ നിന്നും നിരാക്ഷേപ പത്രം ലഭ്യമാക്കി റവന്യൂ രേഖകളിലും വില്ലേജ് രേഖകളിലും വന്ന അപാകതകൾ പരിഹരിച്ചാണ് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിച്ചത്. ഏകദേശം 55 വർഷമായി പട്ടയം ഇല്ലാതെ ഭൂമി കൈവശം വെച്ചു വന്ന 21 കുടുംബങ്ങളാണ് ഇതോടെ ഭൂമിയുടെ ഉടമകളായി മാറിയത്. 1977 ജനുവരി 1 മുൻപ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചവർക്ക് പട്ടയം ലഭ്യമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി സർക്കാർ നടത്തിയ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർ നൽകിയ കുടുംബങ്ങളുടെ പട്ടികയിന്മേൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന ഈ മാസം ആരംഭിക്കും. ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകളിലെ 39 താലൂക്കുകളിൽ 2 ഘട്ടങ്ങളിലായി നടന്ന വിവരശേഖരണത്തിലൂടെ ലഭിച്ച 59,971 കുടുംബങ്ങളുടെ പട്ടികയാണ് ജില്ലാ കളക്ടർമാർ സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം റവന്യൂ മന്ത്രിമാരുടെ യോഗത്തിൽ ജൂലൈ 1 മുതൽ സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ നേരത്തെ പല ഘട്ടങ്ങളിലും സംയുക്ത പരിശോധന നടന്നെങ്കിലും അപേക്ഷകൾ പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തപ്പോഴുണ്ടായ അപാകതകൾ ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു.
ഇതിന്റെ ഭാഗമായി 13 ജില്ലകളിലെ ഭൂപതിവ് ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബന്ധപ്പെട്ട താലൂക്കുകളിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ 75 പേർക്ക് റവന്യൂ വകുപ്പ് പരിശീലന കേന്ദ്രമായ തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പരിശീലനം നൽകി. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത, ILDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനു എസ് നായർ, വനം ഹെഡ്ക്വാർട്ടേഴ്സ് സീനിയർ സൂപ്രണ്ട് ജയചന്ദ്രൻ, ILDM അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജേക്കബ് ടി ജോർജ്, അക്കാഡമിക്സ് ഡയറക്ടർ വി ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.